GST സേവിംഗ് ഉത്സവത്തിന് നാളെ മുതൽ തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാർക്ക് ആശ്വാസമാകുന്നതായിരിക്കും പരിഷ്കരണം. മധ്യവർഗം, കർഷകർ എന്നിവർക്കും പ്രയോജനം ലഭിക്കും. അതേസമയം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നഷ്ടം നികത്തുന്നതിൽ മോദി മൗനം തുടരുന്നു. ഇരട്ട സ്ലാബ് GST പരിഷ്കരണം ഇന്ത്യയുടെ വികാസത്തെ ത്വരിതപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യവർഗം, യുവാക്കൾ, കർഷകർ എന്നിവർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കും. പരിഷ്കരണത്തിലൂടെ ഒരു രാജ്യം ഒരു നികുതി സംവിധാനത്തിലേക്ക് ഇന്ത്യ കടന്നുവെന്ന് മോദി വ്യക്തമാക്കി. हमने हर स्टेक होल्डर से चर्चा की, हमने हर राज्यों की हर शंका का निवारण किया और पूरे देश के लिए एक जैसी व्यवस्था बनी. वन नेशन वन टैक्स का सपना साकार हुआ. GST പരിഷ്കരണം കൂട്ടായ തീരുമാനമാണ്. എല്ലാ സംസ്ഥാനങ്ങളുടെയും അഭിപ്രായങ്ങളും മാനിച്ചാണ് പരിഷ്കരണം നടത്തിയത് എന്ന് വ്യക്തമാക്കിയ മോദി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നഷ്ടത്തിൽ മൗനം തുടർന്നു. രാജ്യത്ത് ആകെയുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും കേന്ദ്ര സർക്കാർ കണക്കാക്കിയിട്ടില്ല. നിത്യോപയോഗ സാധനങ്ങൾക്കടക്കം വില കുറയുമ്പോൾ അടിസ്ഥാന വില വർദ്ധിപ്പിച്ച് ലാഭമുണ്ടാക്കാനുള്ള കമ്പനി നീക്കങ്ങൾക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്നതിലും മോദി വ്യക്തത വരുത്തിയിട്ടില്ല. GSTയിൽ നിന്ന് ഒഴിവാക്കിയ ആരോഗ്യ, വ്യക്തിഗത ഇൻഷുറൻസുകളിൽ പ്രീമിയം നിരക്ക് കുത്തനെ കൂട്ടാനുള്ള കമ്പനി ശ്രമങ്ങൾക്കെതിരെയുള്ള നടപടികളിലും അവ്യക്തത തുടരുകയാണ്. ഈ മാസം 22-ന് മുമ്പ് ഉൽപ്പാദിപ്പിച്ചതും പാക്കറ്റുകളിലാക്കുകയും ചെയ്ത ഉൽപ്പന്നങ്ങൾ പുതിയ പാക്കറ്റുകളിലാക്കുകയോ പുതിയ നിരക്കുകളുള്ള സ്റ്റിക്കറുകൾ നിർബന്ധമായി ഒട്ടിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നാണ് കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. GST പരിഷ്കരണം നിത്യോപയോഗ സാധനങ്ങളിലടക്കം വിലക്കുറവിന് സാധ്യമാകുമെങ്കിലും മാർക്കറ്റുകളിൽ പുതിയ സ്റ്റോക്കുകൾ എത്തിയാൽ മാത്രമേ ചെറുകിട വ്യാപാര രംഗത്ത് പ്രതിഫലനമുണ്ടാവുകയുള്ളൂ. അതെന്ന് സാധ്യമാകുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ. ദില്ലിയിൽ നിന്നും അബ്ദുൾ റഷീദ്, കൈരളി ന്യൂസ്.